ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ബെല്ലാനി എന്ന് പറഞ്ഞിട്ടുള്ള കോർക്കിലുള്ള ഒരു കാസ്റ്റിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. താഴത്തെ കാഴ്ചകളുണ്ട്, അത്ര ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. വളരെ ഇടുങ്ങിയതായിട്ടുള്ള ഒരു വഴിയാണ് നമ്മൾ കയറി എൻ്റെ മുകളിലേക്ക് വന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗംഭീരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ വന്നിരിക്കുന്നത് ബ്ലാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാസ്റ്റിലാണ്. അത് കോർക്കിലാണ്, കോർക്ക് സിറ്റിയിലാണുള്ളത്. അപ്പോൾ നമ്മൾ അവിടേക്ക് വന്നേക്കാം. നമ്മൾ അകത്തേക്ക് നമുക്ക് 22 യൂറോ കൊടുത്ത് നമ്മൾ അകത്തേക്ക് ടിക്കറ്റ് എടുത്ത് കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അകത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടെ ടിക്കറ്റും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. തുറക്കുന്ന ടൈമും എല്ലാം നമുക്ക് അകത്ത് പോയി ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് 2 ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ അകത്തേക്ക് കയറാൻ പോവുകയാണ്. ഞങ്ങൾ മാത്രമല്ല വന്നിരിക്കുന്നത്, നമ്മൾ വലിയൊരു ടീമായിട്ടാണ് വന്നേക്കുന്നത്. ഞങ്ങളുടെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും കെറിയിലേക്കാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ നമ്മൾ കോർക്കിൽ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കണ്ടോ, അവിടേക്ക് വരുമ്പോഴത്തേന് ഇവിടെയായിട്ട് നല്ല ഇരിക്കാനൊക്കെയുള്ള ഗംഭീരമായിട്ടുള്ള സ്ഥലങ്ങൾ ഇതുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു പുഴ പോലെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്, ഒരു തോട് ഒഴുകുന്നുണ്ട്. ഇവിടേക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ടോ, പ്ലാന്റ് സെയിൽസ്, ഇവിടെ പ്ലാന്റുകളൊക്കെ സെയിൽ ചെയ്യും. അവിടെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ കപ്പയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് താണ്ട് അവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ കിട്ടിയായിരുന്നു കേട്ടോ. അത് ഇതിൻ്റെ മാപ്പാണ്. നമ്മൾ ഏകദേശം ഇവിടെയായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് നടക്കാനുണ്ട്. ഇവിടെ ലേക്കൊക്കെ ഉണ്ട്. നമുക്ക് അവിടേക്ക് എത്തിപ്പെടാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. അത്യാവശ്യം നല്ല മഴയുണ്ട് പുറത്ത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നടത്തില്ല. ഇവിടെ ഇതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വായിച്ച് നോക്കിയാൽ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ ഇവിടെ കാസ്റ്റിൽ കാണാം. അപ്പോൾ നമ്മളങ്ങനെ ബെല്ലാനി കാസ്റ്റിലാണ് നമുക്ക് ഈ പുറയിൽ കാണുന്നത്. ആ കാസ്റ്റ് കാണാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മഴയുണ്ടായിരുന്നു, ഇപ്പോൾ വലിയ കുഴപ്പമില്ല. നല്ല കാലാവസ്ഥ, ഇപ്പോൾ വെയിലടിക്കുന്നുണ്ട്. നല്ല സുന്ദരമായിട്ടുള്ളൊരു സ്ഥലം. സൈഡിൽ പുഴ, ഈ സൈഡ് വഴി ഇത് കണ്ടോ, ഒരു ഗാർഡൻ്റെ സൈഡ് വഴി നമ്മളിങ്ങനെ നടക്കുകയാണ്. ശരിക്കും ബെല്ലാനി കാസ്റ്റ് ലാൻഡ് ഗാർഡൻസ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ അകത്തേക്ക് കയറി നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം, നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം. രാവിലെ നല്ല തണുപ്പായിരുന്നു. ഇപ്പോൾ ഏകദേശം ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു 4 ഡിഗ്രിയാണ്. അപ്പോൾ അത്രയും നല്ല ഒരു തണുത്ത കാലാവസ്ഥയിലാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം സമയം രാവിലെ 10 മണിയേ ആയിട്ടുള്ളൂ. നമ്മളിങ്ങനെ നടന്ന് വരുമ്പോഴത്തേന് ഈ പുറകിൽ കാണുന്ന കാസ്റ്റിൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇത് കണ്ടൊരു കല്ല് വെച്ചേക്കുന്നുണ്ട്. നല്ല ഭംഗിയില്ലേ. ഇതിൻ്റെ ഈ കല്ലിൻ്റെ ഇടവഴി നമ്മളിത് ഇങ്ങനെ ഒരു വീഡിയോ എടുത്താൽ സെറ്റപ്പായിരിക്കുന്നുണ്ട്. കാസ്റ്റിൽ എന്ന് പറയുന്നത് ഇത് 3ാമത്തെ പ്രാവശ്യമായിട്ട് ഇവിടെ ബിൽഡ് ചെയ്തതാണ്. ഈ 10ാം സെഞ്ച്വറിയിൽ ഇവിടെ ആദ്യമേ ഒരു വുഡനായിട്ടുള്ള ഒരു കാസ്റ്റിലുണ്ടായിരുന്നു. അത് പിന്നെ 1210 ആയപ്പോഴത്തേന് അത് പൊളിഞ്ഞു പോയി. അതിനുശേഷം വീണ്ടും ഒരു 20 അടി ഉയരമുള്ള ഒരു കാസ്റ്റിൽ ഇവർ നിർമ്മിക്കുകയൊക്കെ ചെയ്ത് അതിനുശേഷം അതും മറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനാണ് 1400കളിൽ ഇവിടെ പുതിയൊരു കാസ്റ്റിൽ ഈ കല്ലും ഒക്കെ വെച്ച് നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. ആ കാസ്റ്റിലാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ സൈഡിൽ നിന്ന് ഒരു റിവർ ഒഴുകി വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ വശത്തു നിന്നും ഒരു റിവർ ഒഴുകി വരുന്നുണ്ട്. ഇത് രണ്ടും കൂടിച്ചേരുന്ന ഒരു ഭാഗമാണ് ഈ ബ്രിഡ്ജ് പണിതേക്കുന്നത്. അതായത് ഈ കാസ്റ്റിലിൻ്റെ ഈ ചുവടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ 2 റിവറുകളും കൂടിച്ചേരുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തിന് വളരെ പ്രത്യേകതയുണ്ട്. അവിടെല്ലാം നമ്മൾ എഴുതി വെച്ചേക്കുന്നതെല്ലാം ഓൾറെഡി നമ്മൾ കണ്ടിരുന്നു. അപ്പം വളരെ തെളിഞ്ഞിട്ടായിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു റിവർ ഇതുണ്ട്. ഈ സൈഡ് വഴി ഒരു വെള്ളം ഒഴുകി ഇങ്ങനെ വരുന്നുണ്ട്. ഇതുണ്ട്, ഇതിനകത്ത് ഒരുപാട് കോയിൻസുകൾ കിടപ്പുണ്ട് കേട്ടോ. അതിനൊക്കെ ഒരുപാട് ചരിത്രം പറയാനുണ്ട്. ഇതുണ്ട്, ഇത് കിടക്കുന്ന മുഴുവൻ കോയിൻസാണ്. ഈ പാലമൊക്കെ നല്ല ഗംഭീര പാലം കേട്ടോ. നല്ല സൂപ്പർ തടിയും കൊണ്ടാണ് പണിതേക്കുന്നത്. കണ്ടോ, സൂപ്പർ. ഇത് അതിലൂടെ നമ്മളിങ്ങനെ കടന്നു വരുമ്പോഴത്തേന് കാസ്റ്റിൽ കാണാം. കണ്ടോ, നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ചെറുതാണ്, പക്ഷെ ഇവിടെ നോക്കുമ്പോൾ കണ്ടോ എന്നാ വലുപ്പം വന്നിട്ടുണ്ട്. വലിയൊരു മലയുടെ മുകളിലാണ് പണിത് വെച്ചത്. നമ്മളീ കാണുന്ന ഈ കാസ്റ്റിന് ഒരുപാട് ചരിത്രം പറയാനുണ്ട്. ഈ കാണുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡോഗിനെ വെച്ചിട്ടുള്ള ഒരു എൻട്രൻസ് ആയിരുന്നു. പുറത്തേക്ക് പ്രിസണേഴ്സ് ഒന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒരു ചരിത്രം വളരെ വിശദമായിട്ട് തന്നെ ഇവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത് പ്രിസണേഴ്സിനുള്ളതും അതുപോലെ തന്നെ ഇതിനകത്തേക്ക് കയറുമ്പോഴത്തേന് വളരെ ഇടുങ്ങിയതായിട്ടുള്ള വഴികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു ശരിക്കൊരു ഗ്രൗണ്ട് ലെവൽ ഓപ്പണിങ്ങിൻ്റെ ഒരു സംഭവമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇത് പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട്, നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഏജ് കാലപ്പഴക്കം മൂലം നമുക്ക് ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ അപകടങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഈ വശത്തൂടെ കയറരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ, ചെറിയ നോക്കാനുള്ള ചെറിയ കോട്ടവാതിലുകളൊക്കെ പോലെ ചെറിയ എന്നാ പറയുന്നത് വാതിലുകളും ജനലുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ വശത്ത് കൂടെ മുകളിലേക്ക് നമുക്കിത് കയറി നോക്കാം. ഇത് കണ്ടോ, എക്സിബിഷൻ ഉണ്ട് ഇവിടെ. കോർട്ട് എക്സിബിഷൻ റൂംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എക്സിബിഷൻ റൂമുകളിൽ മാത്രമേ പ്രവേശനമുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പം ഫോർ ദ സേഫ്റ്റിയാണ്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് കയറാം. ഈ ഒരു കാസ്റ്റിൻ്റെ വലുപ്പം കണ്ടോ, നമ്മൾ ഈ അതിൻ്റെ അടുത്ത് എത്തും തോറും ഇതിന് വലിപ്പം കൂടിക്കൂടി വരുന്നു. പഴയ കാലഘട്ട
കല്ലുകളാണ്, കണ്ട സ്റ്റോണുകളൊക്കെ പണ്ട് വെച്ചേക്കുന്നു. 1410 ഇത് പണിത്. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ വളരെ പ്രത്യേകതയും. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് അത്ര തിരക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്നാലും നമ്മളങ്ങ് ദൂരേക്ക് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നത് കാണാം. നമ്മൾ ഈ കാസ്റ്റിൻ്റെ എൻട്രൻസിലൂടെ അകത്തേക്ക് വരുമ്പോഴത്തേനും അവിടെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും പഴയ പത്രക്കട്ടിങ്ങുകളും എല്ലാം വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വായിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഇതിൻ്റെ ചരിത്രമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആ ഭാഗത്തായിട്ടൊരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹിസ്റ്ററി, അല്ലെ ഇതിപ്പം എത്ര നാളായി പണിതിട്ട്, അല്ലെ ഇവിടെ നേരത്തെ ഈ ലിനൻ്റെ കോട്ടൺ മെറ്റീരിയലൊക്കെ ഉണ്ടാക്കുന്നതും അതിൻ്റെയൊക്കെ ഉള്ളതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു ഫസ്റ്റ് ഒരു ഗ്രൗണ്ട് ലെവൽ, സെക്കൻഡ് ലെവലായിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഉണ്ട്, പക്ഷേ അവിടെ കയറാൻ പറ്റത്തില്ല. ഇത് ക്ലോസ് ചെയ്തിട്ടേക്കുവാണ്. ഇനിയിപ്പോൾ ആ ഭാഗത്തേക്ക് കയറാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഏതായാലും ഇവിടെ ഇനിയിപ്പോൾ ഒരുപാട് എന്നാ പറയുന്നത്, ഒരുപാട് ഗാർഡൻസും അതുപോലെ തന്നെ അപ്പുറത്തായിട്ടൊരു ലേക്കും ഒക്കെ ഉണ്ട്. നമുക്ക് ഏതായാലും അങ്ങോട്ട് പോയി നോക്കാം. ഏതായാലും ഇവിടെ മാത്രം നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാനില്ല. ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. കണ്ടോ, നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഈ കല്ലേൽ കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നു പറയുന്നത്. ഏകദേശം 60 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും ആൾ കൂടുതലുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ടാണ് നമ്മൾ പറയുന്നത്. മുകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാസ്റ്റിൻ്റെ അകത്തേക്ക് കയറി വരികയാണ്. ഇവിടെ ഒരു ഷോപ്പൊക്കെ ഉണ്ട്. ഉണ്ട് അതിൻ്റെ ഹൈറ്റ് കണ്ടോ. നമ്മൾ അകത്തേക്ക് കയറുക. മറ്റേ ഞാൻ പറഞ്ഞ ആ കല്ല് കാണാൻ വേണ്ടി നമ്മൾ നേരത്തെ ഇത് ഇവിടെ ആയിട്ടാണ് വന്നത് കേട്ടോ. നമ്മൾ നേരത്തെ ഇവിടെ ആയിട്ടാണ് നിന്ന്. അപ്പോൾ ഈ എൻട്രൻസ് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ കറങ്ങി ഇതുവഴി അകത്തേക്ക് കയറുകയാണ്. ഇതുണ്ട്, വൺ വേ ആണ്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ പോയിരുന്ന ഒരു കല്ലിലുമ്മ നോക്കാൻ വേണ്ടി പോകണം. നമ്മളിതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലേക്ക് എത്തുന്നതുകൊണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ. കോർക്ക് സിറ്റിയുടെ ഒരു വ്യൂ ആണ് കാണുന്നത്. നമ്മൾ താഴെ ഈ വഴിയാണ് നടന്നു വന്നത്. കുറേ പേര് താഴെ നിൽപ്പുണ്ട്. ഇതുണ്ടോ, ഇതിൻ്റെ ഒരു ജനലിനകത്തോടെയാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ട്, ചെറിയൊരു ഇടുങ്ങിയൊരു വഴിയാണ്. നമ്മൾ ഇതുവഴി മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ, ഫുള്ള് കല്ലടുക്കി കെട്ടിയേക്കുക. പിന്നെ സൈഡ് വഴി കയറുണ്ട് കേട്ടോ, പിടിച്ച് കയറാൻ. പുറത്തേക്കാണോ കയറിക്കൊണ്ടിരിക്കുക. ഇവിടെ വന്നപ്പോഴത്തേക്ക് സ്റ്റെപ്പിൻ്റെ വലിപ്പം കാണും. എൻ്റെ ഭയങ്കര ഡേഞ്ചർ കേട്ടോ. നമ്മൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. ചെറിയ വഴികളുണ്ട്. നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലമാണ് കിച്ചൺ ഓഫ് ദ കാസ്റ്റിൽ. ഇത് കണ്ടോ, ഇതിൻ്റെ ചിമ്മിനിയാന്ന് തോന്നുന്നു. കണ്ടോ, ഈ ഭാഗത്തായിരുന്നു കിച്ചൺ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിൻ്റെ. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് കയറാനുണ്ട്. ഇവിടുന്ന് വീണ്ടും ഇതുപോലെ തന്നെ കയറി മുകളിൽ താണ്ട് അവിടെ എത്താം. ഈ ഇടുങ്ങിയ വഴിയിലൂടെ നമ്മളിങ്ങനെ കയറി വന്നു ഇവിടേക്ക് വരുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം. ഇതുണ്ട്, ഇതുവഴിയാണ് നമ്മൾ താഴേക്ക് വന്നത്. ഉണ്ടോ, നല്ല ഭംഗിയുള്ള സ്ഥലം, സൂപ്പർ കാഴ്ച. ഉണ്ടോ, അതുവഴി നമുക്ക് നടന്നേ കാരണം. അപ്പോൾ ഈ ചെറിയ ഇടുങ്ങിയ വഴിയിലൂടെ ഇതിൻ്റെ കല്ലൊക്കെ പോളിഷ് ചെയ്ത് നിൽക്കില്ല കേട്ടോ. ആൾക്കാരാണ് നടന്നത്. കൊള്ളാം. ഉണ്ടോ, താഴെ ആൾക്കാർ ഇരിക്കാനുള്ള സ്ഥലവും അവിടെ ഗാർഡനും ഒക്കെ കാണാം നമുക്ക്. നടന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കിസ്റ്റ് സ്റ്റോണിൽ കിസ് ചെയ്യുന്ന സ്ഥലം എവിടെയാണ്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് വീണ്ടും കയറുകയാണ്. കണ്ടോ, ഇടുങ്ങിയ വഴിയിലൂടെ നമ്മൾ വീണ്ടും ഹൈറ്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുന്നു. ഒരുപാട് ആളുകൾ ഉണ്ട്. അതുകൊണ്ട് അത് എക്സിറ്റാണ്. അതുകൊണ്ട് അവിടാണ് സ്റ്റോണിൽ കിസ് ചെയ്യാനൊക്കെ ഉള്ള സ്ഥലം. കൊള്ളാം കേട്ടോ. അതുകൊണ്ട് ആൾക്കാരവിടെ കിസ് ചെയ്യുന്നുണ്ടോ. അവിടെ ഒരു ക്യാമറയുണ്ട്. ആ ക്യാമറയിൽ ഒരു ഫോട്ടോ എടുക്കും കേട്ടോ. എന്നിട്ട് അവർ കാർഡ് കൊടുക്കും. അത് നമുക്ക് താഴെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കൊടുത്താൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് തരും. അതുകൊണ്ട് അതിൻ്റെ ടോപ്പിലായിട്ട് ഇവിടെ ഒരു മണിയുണ്ട് കേട്ടോ. ഇതുണ്ട്, ആളുകൾ അവിടെ കിടക്കുന്നുണ്ട്. അവിടെ കിടന്നു കഴിയുമ്പോൾ അവിടെ ഒരു കല്ലുണ്ട്. ആ കല്ലിൽ കൊടുക്കുകയാണ് പരിപാടി. അപ്പോൾ അതാണ് അവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. അവരത് ഈ ഫോട്ടോ എടുക്കും.
അതാണ് ഇവിടെ നടക്കുന്നത്. കണ്ടോണേ, ഫോട്ടോ എടുക്കുക. കണ്ടോ, ഫോട്ടോ എടുത്ത് ഞങ്ങളങ്ങനെ അങ്ങനെ ടോപ്പിലെത്തി കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പോവുകയാണ്. കണ്ടോ ലൈറ്റ് കണ്ടോ, മുമ്പ ഞങ്ങൾ മുമ്പൊന്നും കൊടുത്തില്ല കേട്ടോ അവിടെ. ഗംഭീരമായിട്ടുള്ള ഈ കാഴ്ചയെല്ലാം കണ്ടു. അവിടെ സ്റ്റോണി അവിടെ ഉമ്മ കൊടുക്കുന്ന എല്ലാം കണ്ട് നമ്മൾ എക്സിറ്റ് വഴി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതും നമ്മൾ വന്ന പോലെ തന്നെ വളരെ ഇടുങ്ങിയ വഴിയാണ്, ചെറിയ ഇതാണ്. അത് പിടിച്ചിറങ്ങുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പിടിച്ച് വെള്ളം നനഞ്ഞു കിടക്കും കേട്ടോ. ചവിട്ടി തെന്നിയതാണ്. കുഴപ്പമില്ല കേട്ടോ, ഇവിടെ വരെ ഇറങ്ങി. ഓക്കെ, ഇനിയും താവട്ടൊക്കെയുണ്ട്. ഇവിടെയും കുറേ ഇവിടെ ചാപ്പലും അതുപോലെ തന്നെ ഫാമിലി റൂമും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഈ താഴെ കാണുന്നതാണ് അതെല്ലാം. അപ്പം അങ്ങനെ കാശിൻ്റെ ഏകദേശം എല്ലാ പോർഷനിലേക്കും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് വലിയ വീതി കൂടിയുണ്ട്. ഇതാട്ടോ, ഇറങ്ങിപ്പോൾ നോക്കാം. വീണ മോനെ ഒന്നര വീഴ്ചയായിരിക്കും. കല്ലിലെല്ലാം വെള്ളം നനഞ്ഞു കിടക്കും കേട്ടോ. അപ്പം നടന്ന് അങ്ങനെ ബ്ലാനി ഹൗസിലെത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന വമ്പൻ കൊട്ടാരമാണ് ഈ ബ്ലാനി ഹൗസ് എന്ന് പറഞ്ഞത്. കണ്ടോ, ഈ കൊട്ടാരത്തിൻ്റെ ഒരു ഭംഗി കേട്ടോ. നമ്മൾ പഴയ ഡ്രാക്കുള കോട്ടയൊക്കെ കണ്ട പോലെ ഒരു പ്രൈവറ്റ്, ശരിക്കും ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി കേട്ടോ. പ്രൈവറ്റ് എന്ന് അവിടെ പ്രത്യേകമായി എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താ ഭംഗി നോക്കി. അങ്ങനെ നമ്മൾ നടന്ന് ലേക്ക് വോക്കിലെത്തിയിരിക്കുകയാണ്. അങ്ങ് ദൂരെ കാണുന്നതാണ് ലേക്ക്. ഞങ്ങൾ ഒരുപാട് ദൂരം നടന്നു, കുറേ ദൂരം നടന്നു. എന്നിട്ട് ഇവിടെ എത്തിയപ്പോഴത്തേന് ലേക്കിന് സൈഡ് വഴിയുള്ള ലേക്ക് വോക്കാണ് കേട്ടോ. ലേക്കിൽ നമുക്ക് എത്താൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും തിരിച്ചു പോവുകയാണ്. ഇവിടെ നമ്മൾ നടന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഹോഴ്സ് മേയുന്ന പുൽമേടുകൾ നമുക്ക് കാണാം. ഇത് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി കേട്ടോ, പ്രൈവറ്റ് ആൾക്കാരുടെയാണ്, അവരുടെ സ്ഥലമാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്ഥലം പിടിക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് കണ്ടുകൂട്ടാം. എല്ലാവർക്കും ഗുഡ് ബൈ. നമ്മളങ്ങനെ ഇതിൻ്റെ മെയിനായിട്ടുള്ള മാപ്പിലെത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഇവിടെയാണ്. നമ്മൾ ശരിക്കും നടന്ന് ഈ വഴി ഇങ്ങനെ പോയി ഈ ലേക്കിൻ്റെ ഇവിടെ വരെ എത്തി കേട്ടോ. ഇത് കണ്ടോ, കുതിരകൾ നിൽക്കുന്നത്, ഹോഴ്സ് നിൽക്കുന്ന സ്ഥലമൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇവിടെ എത്തി ഇതിൻ്റെ ചുറ്റേ നടക്കാൻ പറ്റില്ല. ഇതിനകത്ത് കയറാൻ പറ്റുമെന്ന് പറഞ്ഞുള്ള നമ്മൾ പോയത്, പക്ഷെ നടന്നില്ല. നമ്മളങ്ങനെ തിരിച്ച് എത്തുകയാണ്. അതുകൊണ്ട് അവിടെയായിട്ട് നമ്മൾ കയറി വന്നത് എൻട്രൻസ് ഓട്ടോമാറ്റിക് ഗേറ്റ് ആയിട്ടോ. നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ പാർക്ക് ചെയ്തതിന് പേയ്മെൻ്റ് ഉണ്ട്. അതിൻ്റെ ഒരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിവിടെ വന്നിട്ട് ഇതാണ് പേ സ്റ്റേഷൻ ഇവിടുത്തെ. അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ സ്കാൻ ചെയ്ത് അത് കാണിച്ചിട്ട് നമ്മളിവിടെ പേയ്മെൻറ്റ് ചെയ്യണം. ഇവിടെ പേയ്മെൻറ്റ് കാണിക്കും. അങ്ങനെ പേയ്മെൻറ്റ് ചെയ്ത് കാർഡ് വെച്ചോ ഒക്കെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ കോയിൻ ഇടാം. അങ്ങനെ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ, അത് ഓട്ടോമാറ്റിക് ഗേറ്റ് ആണ്, വണ്ടിയുടെ നമ്പർ വെച്ചാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അവിടുന്ന് വണ്ടി അത് പേയ്മെൻറ്റ് ചെയ്താലേ ആ ഗേറ്റ് തുറക്കത്തുള്ളൂ.